സന്നിധാനത്ത് ഭക്തജന തിരക്ക് കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് എന്നാണ് വന്ന വാർത്ത. പക്ഷേ പമ്പയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുകയാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ തിരക്ക് വളരെ കുറവായിരുന്നു. പക്ഷേ രാവിലെയോടെ ഈ തിരക്കിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് പമ്പ നിലയ്ക്കൽ KSRTC സർവീസുകൾ കൂട്ടിയിട്ടുണ്ട്. പമ്പയിൽ നിന്ന് കിരൺ കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. കിരൺ, ഒരു അയ്യപ്പ ഭക്തനെ പോലും നിർത്തിക്കൊണ്ട് യാത്ര ചെയ്യരുത് എന്ന് വളരെ കൃത്യമായ നിർദ്ദേശം ഹൈക്കോടതി KSRTCക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പമ്പയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് അവിടെ KSRTCയുടെ സൗകര്യങ്ങൾ, നമുക്ക് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്നെല്ലാം? ഇന്ന് രാവിലെ മുതൽ തന്നെ പമ്പയിൽ വലിയൊരു തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ ഒരു സാഹചര്യം നോക്കിയാൽ തന്നെ പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തർ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തിരക്കിൽ വലിയൊരു ശമനമുണ്ടായിരുന്നു. ഭക്തർ ഒഴിഞ്ഞു കിടക്കുന്ന രീതിയിലേക്ക് അത്രയും തിരക്ക് കുറയുന്ന ഒരു സാഹചര്യം പമ്പയിൽ ഉണ്ടായിരുന്നെങ്കിലും എന്നാൽ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും വീണ്ടും ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് പമ്പയിൽ ഏതായാലും കണ്ടുവരുന്നത്. ഏതായാലും ഈ അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തേണ്ടതാണ്. എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ നിലവിലുള്ള സന്നിധാനത്തിലെ ആ ഒരു തിരക്ക് കുറവ് കൂടി മാറി അതൊരു തിരക്കിൻ്റെ ഒരു വർധനവിലേക്ക് കടക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് പമ്പയിൽ അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് പോലീസ് ഈ തിരക്ക് കുറയ്ക്കുന്നതിന് കൃത്യമായ ഒരു ഇടപെടലുകൾ നടത്തിയിരുന്നു. തിരക്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വെർച്വൽ ക്യൂവിൻ്റെ കൗണ്ടറുകൾ അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പോലീസ് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിരുന്നത്. 13 കൗണ്ടറുകളാണ് നിലവിലിപ്പോൾ പമ്പയിൽ വെർച്വൽ ക്യൂവിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി ഏതായാലും ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, എന്നിട്ട് പോലും വലിയൊരു തിരക്ക് പമ്പയിൽ അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് തിങ്കളാഴ്ച എത്തുമ്പോഴേക്കും വീണ്ടും ഭക്തജന തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പമ്പയിൽ കാണാൻ സാധിക്കുന്നത്. ഈ തിരക്ക് കൂടി കണക്കിലെടുത്ത് ഏതായാലും KSRTCയും വിപുലമായ ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. 383 സർവീസുകളാണ് ഈ ആദ്യഘട്ടത്തിൽ, അതായത് നിലവിലുള്ള ഒരു തിരക്ക് കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു വർധനവ്, അതായത് 383 സർവീസുകൾ ഏതായാലും KSRTC ഒരുക്കിയിട്ടുണ്ട്. അത് 500ലേക്ക് എത്തിക്കും, രണ്ടാം ഘട്ടത്തിൽ 500ലേക്ക് എത്തിക്കും എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും KSRTC അറിയിച്ചിരിക്കുന്നത്. നിലവിലെ തിരക്ക് അനുസരിച്ചിട്ടുള്ള ബസ് സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ഇപ്പോൾ KSRTC പറയുന്നത്. നിലവിൽ നേരത്തെ ഇത്തരം നിർദ്ദേശങ്ങൾ, അതായത് അയ്യപ്പന്മാരെ വാഹനത്തിൽ നിർത്തി യാത്ര ചെയ്യിപ്പിക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശം വന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് KSRTCയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ ശനിയാഴ്ച മാത്രം 1000ഓളം സർവീസുകൾ നടത്തി എന്നുള്ളൊരു കാര്യം കൂടി KSRTC അറിയിക്കുന്നുണ്ട്. ഏതായാലും ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായിട്ട് ചെറിയൊരു ഭക്തജന തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം പമ്പയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വേണമെങ്കിൽ കൂടുതൽ സർവീസുകളിലേക്ക് കൂടി KSRTC കടക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി കിരൺ. ഏതായാലും ഈ തിരക്ക് ഇപ്പോൾ ഇന്ന് വൈകുന്നേരമാകുമ്പോഴായിരിക്കും സന്നിധാനത്ത് പ്രകടമാകുക. ഇന്ന് രാത്രിയാകുമ്പോഴായിരിക്കും ഈ തിരക്ക് സന്നിധാനത്തേക്ക് പ്രകടമാവുകയും ചെയ്യുക. അതേസമയം ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ അതിനു മുൻപ് പറയേണ്ട കാര്യം, ഈ ശബരിമലയിൽ നിന്ന് നമ്മൾ പോകുന്നില്ല. ചില വാർത്തകൾ ജനം TV മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്, അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇനിയുമുണ്ട് ഇതുപോലെയുള്ള ചില വാർത്തകൾ ഭക്തരെ കൊള്ളയടിക്കുന്ന ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ അധികൃതർ കണ്ണടയ്ക്കുന്ന ഒരു സമീപനവുമുണ്ട്. അത് നമുക്ക് തിരുത്തണം.